നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിതു നല്ല സന്ദർഭമാകുന്നു. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ പ്രിയനേ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിക്കൊണ്ടിരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. 2025 ആണ്ടിൻ്റെ ഈ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി നന്ദി. ആമേൻ കർത്താവേ, സ്തോത്രം. എൻ്റെ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ലപ്പാ, എൻ്റെ അപ്പൻ്റെ വലിയ കരുണയും കൃപയും ഒന്ന് മാത്രമാകിയാൽ. ഹല്ലേലൂയ. ഇങ്ങനെയൊരു പ്രഭാതം ദാനം തന്നല്ലോ. ആമേൻ. സമാധാനത്തോടും സൗഖ്യത്തോടും സുബോധത്തോടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കിയ വൻകൃപകൾക്കായും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളുമായി കടന്നു വരുന്നു കർത്താവ്. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് ഞങ്ങളെ ഇന്ന് വരെ കരുതി നടത്തിയതെൻ്റെ അപ്പച്ചനാകിയാൽ വീണ്ടും ഞങ്ങളുടെ ഭാരങ്ങളുമായി കടന്നു വരുന്ന കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ കടന്നു വരുന്ന കർത്താവേ. എൻ്റെ അപ്പനവിടുന്ന് ഞങ്ങളെ നടത്തുവാൻ സർവശക്തന, ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയെ അനുഗ്രഹം അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരാമായിരിക്കുന്ന എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും അടിയങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദിനംതോറും നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, അവരുടെ ഉപജീവനമാർഗം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തന്ന കൊച്ചു തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, കർത്താവെ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, സ്തോത്രം. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ തക്കവണ്ണം പിന്നെയും അടിയന് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരുണ്ടപ്പാ. ആമേൻ. എൻ്റെ ദൈവം അനുഗ്രഹിക്കണം, ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും ഹല്ലേലൂയ വിവിധ കോഴ്സുകളുടെ പരീക്ഷകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. നന്നായി പഠിക്കണം, പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. പ്രത്യേകിച്ച് മെഡിസിൻ്റെ ലൈസൻസിനായിട്ടൊക്കെ കാത്തിരുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. കർത്താവെ, കരുണ തോന്നണമേ, മനസ്സലിയണേപ്പാ. ഓരോ മക്കളുടെ മേലും ഹല്ലേലൂയ തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടണമേ.
അത്ഭുത വഴികളിൽ കൂടി നടത്തണേപ്പ, ജയത്തോടെ നടത്തണേപ്പ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് OIT IELTS ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ, വിദേശത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. എല്ലാ മക്കളെയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ, ഓരോരുത്തരുടെയും ആവശ്യം പറഞ്ഞ് സ്വർഗത്തിലെ അപ്പച്ചൻ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലൂയ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തുകൊള്ളണമേ. നല്ല പ്രതിഫലം കൊടുത്ത് സഹായിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളും ഉണ്ടല്ലപ്പാ. യേശുവേ, ദാവീദ് പുത്രാ, കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണം. എല്ലാ മക്കളും ഹല്ലേലൂയ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ ഈ 2025 ആരംഭ മാസത്തിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. എൻ്റെ കർത്താവേ, പല വിധത്തിലുള്ള വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങൾക്കും അറുതി വരുത്തുവാൻ എൻ്റെ അപ്പനല്ലാതെ മറ്റാരുമില്ല. എൻ്റെ അപ്പ മനസ്സലിയണേ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗ്ഗവും ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ എല്ലാ മക്കളെയും കർത്താവ് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ, പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, എല്ലാ മക്കളുടെയും ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടണം. ഹാലേലൂയ. നാളുകളിൽ വലിയ അത്ഭുതം ചെയ്യും കർത്താവ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷക്കാലം ഹാലേലൂയ കർത്താവേ, എല്ലാ അനുഗ്രഹത്തിൻ്റെയും പൊന്നുകരം നീട്ടി എൻ്റെ ദൈവം അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഓരോ മക്കളുടെയും പോക്കലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കർത്താപ്പച്ച കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കർത്താവേ, വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്ക തുണ ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിക്കണമേ അപ്പാ. മാസം തികയോളം കൂടെ ഇരിക്കണേ കർത്താവേ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 അപ്പാ. സ്തുതിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പൊതിഞ്ഞാട്ട് കൂടെ ഇരുന്നാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളുമായി കടന്നു വരുന്ന കടഭാരമുള്ള മക്കളുണ്ട് കർത്താവേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പച്ച. പാർക്കുവാൻ ഭവനമില്ലാത്തവരുണ്ട് കർത്താവേ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. അവരോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ സ്തോത്രം. ദൈവമായ കർത്താവെ, ഭവനം പണിയുന്ന മക്കളെയും ഏൽപ്പിക്കുന്നപ്പോൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനൊക്കെ ഭാഗ്യം കൊടുക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവെ സ്തോത്രം. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ. മനസ്സലിവും കരുണയുമുള്ള ഞങ്ങളുടെ പിതാവ്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞുവെങ്കിൽ അപ്രകാരം ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സകല ഭാരങ്ങളും അങ്ങയുടെ മേലിട്ട് തരിക. ഹാലിലെ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരായി കാണപ്പെടുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ കർത്താവ് ഓരോ മക്കളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണാതോണം കാൽവറിയത്ത കോട്ടയ്ക്കുള്ളിൽ ഓരോ ജീവിതങ്ങളെയും മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവെ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതൊക്കെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ആവശ്യഭാരങ്ങളുടെ നടുവിൽ സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യണമേ. സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ ഓരോ മക്കളെയും പോഷിപ്പിച്ചാട്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സമയം യാത്ര പോകുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും യാത്രകളിൽ കൂടെ ഇരുന്നാട്ട് കർത്താവെ. സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ഈ പുതുവർഷകാലം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും കൊടുത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി, നന്ദി കർത്താവെ. സ്തോത്രം കർത്താവെ. വീണ്ടും അവിടുത്തെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവെ, വിശ്വസ്തനായ നാഥാ, ഹല്ലേലൂയ. അങ്ങയുടെ ഹല്ലേലൂയ കർത്താവെ, ആ വലിയ പൊന്നുകരം ഹാലലൂയ ഞങ്ങളെയൊക്കെ ചേർത്ത വഴികളിൽ നടത്തണമേ കർത്താവെ. ആമേൻ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ദിവസത്തിൽ ഹല്ലേലൂയ താവേ, ദേശത്തിൻ്റെ മേൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണകൂടങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങളുടെ സുശേഷ വേലകളോടും വേലക്കാരോടും കരുണ കാണിക്കണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുക്കണമേ. വിശ്വസ്തയോടെ, ദൈവഭയത്തോടെ, കൃപയോടെ എല്ലാം ചെയ്തെടുപ്പാൻ ഓരോരുത്തരെയും സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവെ, ഈ സമയഹാലിൽ ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പലവിധ വ്യാധികളാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ഹല്ലേലൂയ കർത്താവിൻ്റെ പക്കലപ്പാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും അങ്ങ് ഹല്ലേലൂയ തൊട്ടവരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. ഓരോ മകളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഗിലെയാദിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന മക്കളെ സൗഖ്യപ്പെടുത്തണമേ. അവരുടെ വേദനകൾക്കൊക്കെയും അറുതി വരുത്തിക്കാട്ട് കർത്താവേ. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ രോഗത്തിൻ്റെ മേലും അദൃശ്യമാർന്ന ആ കരമൊന്ന് വയ്ക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ കർത്താവ്, ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട് കർത്താവേ. സമാധാനവും ആശ്വാസവും ഉണ്ട് കർത്താവേ. ഞങ്ങളെ ആ പ്രത്യാശയിൽ നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഓരോരുത്തർക്കും കൊടുത്ത് സഹായിക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും തന്ന് ഞങ്ങളെ നടത്തണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണം. ഞങ്ങളുടെ ദൂരശ്രീ സമീപശ്രീ ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകണം. എല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.